ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അല്ലെ. ഹാപ്പിനെസ്സും സാഡ്നെസ്, പിന്നെ ആംഗ്രി, അങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട്. ഈ എല്ലാ ഇമോഷൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ഇമോഷൻസും നമുക്ക് ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ആൻഡ് അത് നമ്മൾ എംബ്രേസ് ചെയ്യണം. അങ്ങനെയാണല്ലോ. ഒരു ഇമോഷനും നമ്മൾ വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഇമോഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയോ ചെയ്യരുത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ എംബ്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇമോഷനാണ് ഹാപ്പിനെസ്. ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടെങ്കിലാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അയാൾ ജീവിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത അയാൾക്ക് ഉണ്ടാവണമെങ്കിൽ അയാളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവണം. ഹാപ്പിനെസ് മേക്സ് അസ് അലൈവ്. നമ്മുടെ ലൈഫിലുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ ലൈഫിലുള്ള പല ഫാക്ടേഴ്സും നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഐ ആം ഹിയർ ഷെയറിംഗ് 5 തിങ്സ് ദാറ്റ് ക്യാൻ മേക്ക് യു ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഫസ്റ്റ് വൺ, മീനിങ് റിലേഷൻഷിപ്സ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ചുറ്റിലും ആൾക്കാർ വേണം, മനുഷ്യന്മാർ അയാളുടെ ചുറ്റിലും വേണം. നമ്മൾ എത്രയൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്, സെൽഫ് സഫീഷ്യന്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഒരു മൊമെന്റിൽ നമുക്ക് മറ്റൊരാളുടെ സപ്പോർട്ടും മറ്റൊരാളുടെ കെയറിങ്, മറ്റൊരാളുടെ ലവ് നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ നമ്മളെ സെൽഫ് ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്ന, നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളൊരു തെറ്റായ രീതിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന റിലേഷൻഷിപ്സ് ആണ് മീനിങ് റിലേഷൻഷിപ്സ്. സോ ഡിറ്റാച്ച് ഫ്രം ദോസ് പീപ്പിൾ ഹു ഡീഗ്രേഡ് യു. നിങ്ങൾക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് എ മീനിങ് റിലേഷൻഷിപ്പ്. ഇനി അങ്ങനെ മീനിങ് ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഈസ് സ്പെൻഡ് ടൈം വിത്ത് ദം. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ എന്തെങ്കിലും ആവശ്യത്തിൽ അവരെ സഹായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറയുക, അവരുടെ ഹെൽപ്പ് വാങ്ങുക, സപ്പോർട്ട് വാങ്ങുക. അങ്ങനെ പരസ്പരം കെയറിങ്ങോടെയും സപ്പോർട്ടോടെയും പരസ്പര സ്നേഹത്തോടെയും മുന്നോട്ട് പോയാൽ യു വിൽ ബിക്കം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. സെക്കൻഡ് വൺ, ഹാവ് എ പേർപ്പസ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ട്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒരിക്കലും വെറുതെ നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു പേർപ്പസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും. നമുക്കിപ്പോൾ ഒരുപാട് ഗോൾസ് ഉണ്ടാവില്ലേ. ഇന്ന ആളാവണം, ഇന്ന തരത്തിലെത്തണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം, അങ്ങനത്തെ ഒരുപാട് 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 ഗോൾസ് നമുക്ക് ഉണ്ടാകും. അതാണ് ഒരു തരത്തിൽ നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത്. അതെന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് വർക്ക് ഫോർ ഇറ്റ്. നമ്മുടെ ഡെയിലി ലൈഫ് ആ ഒരു പേർപ്പസുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ളതാക്കുക. ഒരു ഗോൾ നമുക്കുണ്ടെങ്കിൽ അതിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരാം. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്ക് ആയി പോകുന്ന ഒരു സമയം വന്നാൽ, നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമയം വന്നാൽ, മതി ജീവിതം മടുത്തു എന്നുള്ള ഒരു സമയം വന്നാൽ, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോയാൽ വി ഫീൽ ലൈക്ക് എ സെൻസ് ഓഫ് അച്ചീവ്മെന്റ്. അത് നമ്മളെ ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആക്കിയിട്ട് മാറ്റും. തേർഡ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കുന്ന, സില്ലി ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ മുതൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ വരെയുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ വി ഫീൽ വെരി ഹാപ്പി, വി ഫീൽ എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ബ്ലെസ്സിങ്സ് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരും. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് പോസിറ്റിവിറ്റി, ഇറ്റ് ലീഡ്സ് ടു ഹാപ്പിനെസ്. ഫോർത്ത് വൺ, ആക്ട് ഓഫ് കൈൻഡ്നസ്. നമ്മൾ എപ്പോഴും പറയാറില്ലേ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും എന്നുള്ളത്. ദാറ്റ് ഈസ് ദിസ്. നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ മറ്റൊരാൾക്ക് ഒരു സഹായമായാൽ, മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് തിങ്. ചെറിയ ഹെൽപ്പ് മുതൽ വലിയ ഹെൽപ്പ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാളൊന്ന് നോക്കി ചിരിക്കുന്നത് മുതൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നത്, പഠിക്കാൻ ബുദ്ധിമുട്ട് ഒരാൾ പറയുമ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നത്, നോട്ട്സ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു അഡ്വൈസ് നമ്മളോട് ചോദിക്കുമ്പോൾ അത് നമ്മൾ ഫുൾ സിൻസിയറിറ്റിയിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ ആക്ട് ഓഫ് കൈൻഡ്നസ് ആണ്. സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ബിലോങ്ങിങ്നെസ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്ന് ഓരോ മനുഷ്യനും തോന്നിയാൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് തോന്നാണ് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സഹായിക്കാൻ നമ്മൾ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ദേ പ്രേ ഫോർ us ആൻഡ് ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. ഫിഫ്ത് വൺ, ഹെൽത്ത്. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കോറിലേറ്റഡ് ആണ്. നമ്മൾ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് രണ്ട് ഹെൽത്തും നമ്മുടെ ഡെവലപ്മെന്റിനും നമ്മുടെ ഹാപ്പിനെസ്സിനും വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നതും, നല്ല ഉറങ്ങാൻ പറ്റുന്നതും, നല്ല വൃത്തിയോടെ നടക്കുന്നതും, നമ്മുടെ ശരീരം മൂവ്മെന്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ബേൺ ഔട്ട് ആവുന്നതിൽ നിന്നും നമ്മളെ പ്രിവെന്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബേൺ ഔട്ട് ആവുന്ന ലെവൽ വരെ നമ്മൾ പോകരുത്. അതിന് മുന്നേ തന്നെ നമ്മളൊരു പോസ് എടുക്കണം, ഒരു ബ്രേക്ക് എടുക്കണം. ദീസ് ആർ ദ 5 തിങ്സ്. അയ്യോ, ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. പലതും നിങ്ങൾ ചിലപ്പം ഇതിങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ട്രൈ ടു ആഡ് ദീസ് 5 തിങ്സ് ഇൻ ടു യുവർ ലൈഫ്.
നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. ആൻഡ് ലവ് യുവർ സെൽഫ്, അക്സെപ്റ്റ് യു ആസ് യു ആർ, ബിക്കോസ് യു ആർ ഡൂയിങ് ദ ബെസ്റ്റ്.